അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ കിൽത്താൻ ദ്വീപിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. അത് കാണാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കിൽത്താൻ ദ്വീപിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. കേരളക്കരയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപിൽപ്പെട്ട ഒരു ദ്വീപാണല്ലോ കിൽത്താൻ ദ്വീപ്. പേർഷ്യൻ ഗൾഫും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ കടൽ റൂട്ടിലാണ് കിൽത്താൻ ദ്വീപിൻ്റെ സ്ഥാനം. ഈ ദ്വീപ് വാസ്കോഡ ഗാമ കേരളത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ പേർഷ്യക്കാർക്കും അറബികൾക്കും പരിചിതമായിരുന്നു. മറ്റു ദ്വീപുകളിലെന്ന പോലെ കടലിനാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൻ്റെ വിസ്തൃതി 1.63 ചതുരശ്ര കിലോമീറ്ററാണ്. ഇപ്പോൾ ഏകദേശം കണക്ക് പ്രകാരം 5000-നടുത്തായിരിക്കും ഇവിടുത്തെ ജനസംഖ്യ. ദ്വീപിൻ്റെ ആകെ നീളം 2.20 കിലോമീറ്ററാണ്. കിൽത്താൻ ദ്വീപിലെ ഒരു വിദ്യാലയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏപ്രിലുണ്ടായ കൊടുങ്കാറ്റ് ദ്വീപിനെ സാരമായി ബാധിച്ചു. 1863 ഇവിടെ സന്ദർശിച്ച മോറിസ് എന്ന ഉദ്യോഗസ്ഥൻ എഴുതിയത് ഈ ദ്വീപ് ഒരു വാര വെച്ച് ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. കിഴക്ക് ഭാഗത്ത് വൻ പാറക്കൂട്ടങ്ങളും പടിഞ്ഞാറ് ആഴം കുറഞ്ഞ ബില്ലവുമാണ്. ഇത് കാരണം പലപ്പോഴും വേലിയിറക്ക സമയത്ത് ബോട്ടുകൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. ബില്ലത്തിന് ഏറ്റവും ആഴം കുറഞ്ഞ ദ്വീപും കിൽത്താനാണ് എന്ന് പറയാം. ഒരു മനോഹരമായ ഗവൺമെൻറ് നഴ്സറിയും കിൽത്താനിലുണ്ട്. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന നഴ്സറിയും അതുപോലെ തന്നെ പൊതുവായനശാല, കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ പഞ്ചായത്ത് നടത്തുന്ന ഒരു വായനശാലയും കാണാനിടയായി. ഒരുപാട് പുസ്തകങ്ങളുടെ കളക്ഷനുള്ള ഒരു വായനശാലയായിരുന്നു. ഞാനും സുഹൃത്തുക്കളൊക്കെ അത് സന്ദർശിച്ചു. മാഷാ അല്ലാഹ്. മലയാളത്തിലെ കിടയറ്റ രചനകളുള്ള മനോഹരമായ ഒരുപാട് കൃതികളുള്ള ഒരു വായനശാല കൂടിയായിരുന്നു ഇത്. അതിനുശേഷം ഞങ്ങൾ പോയത് ചെറിയ പൊന്നാനി എന്നാണല്ലോ കിൽത്താൻ അറിയപ്പെടുന്നത്. നിർമ്മാണത്തിൽ പൊന്നാനിയിലെ പള്ളികളോട് സാദൃശ്യം തോന്നുന്ന ഒരു പള്ളിയുടെ ചാരത്തേക്കായിരുന്നു. ഇതൊരു ഹുജറയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ മക്ബറ പോലെയുള്ളൊരു സ്ഥലവുമുണ്ട്. മഹാനായ മുഹമ്മദ് ഖാസിം വലിയുള്ള ദ്വീപുകളെ പ്രകാശിപ്പിച്ച മഹാൻ വന്നിരുന്ന ഹലറത്താണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ചുറ്റുഭാഗത്ത് ഖബറിടങ്ങളുണ്ട്.
വളരെ മനോഹരമായ നിർമ്മാണകലയിൽ പൊന്നാനിയോട് സാദൃശ്യമുള്ളൊരു കൊച്ചുപള്ളിയാണ്. ഇവിടെ റിഫായി റാത്തീബ് നടന്നു വരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. കാസിം വലിയൊന്നും ഇവിടെ അല്ലേ, കവരത്തിലാണല്ലോ. അതവിടെ ഇരിപ്പിടം. അവര് പറഞ്ഞത് ഞങ്ങൾ എവിടെ കിടന്നാലും ഇവിടെ പൊന്നാനി എന്ന് പറയുന്നത്. പൊന്നാനി ഇവിടെ പൊന്നാനി ഞങ്ങളാ. അതെ, പണ്ഡിതന്മാരെ ശൃംഖലയാണ് ഇവിടെ, ലക്ഷദ്വീപിലെ പണ്ഡിതന്മാരെ ശൃംഖല. അതുകൊണ്ട് പൊന്നാനി എന്ന് പറഞ്ഞ് ഇവിടെ പേരിട്ടതില്ല, അവിടെ നിന്ന് ഇട്ടതാണ്. പൊന്നാനിയിൽ വെച്ചിട്ട് ഇവിടുത്തെ പേരില്ല. ഈ പള്ളിയുടെ പേരെന്താ? വലിയ അവര് കിടക്കാൻ ഉണ്ടാക്കിയ, പക്ഷെ അവർ കിടന്നത് അവര് പറഞ്ഞിട്ടുണ്ട് എവിടെ കിടന്നാലും. മക്കാമുള്ള കവർത്തിയിലാണ് ഷരീഫ എന്നാണ്. കാസിം വലിയുള്ള വന്നിരുന്ന ഇടമാണ് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അവരുടെ ഹളറത്ത് ഇതുപോലെയുള്ള മഹലറകൾ, ഹുജറകൾ, അതെ, തൻ്റെ ഖലീഫമാരെ നിയമിച്ചുകൊണ്ട് മുരീദന്മാരെ തർബിയത്ത് ചെയ്യാൻ കാസിം വലിയുള്ള ദ്വീപുകളിൽ ഇത്തരം ഹുജറകൾ സ്ഥാപിച്ചതായി ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ്. മക്ബറകൾ പോലെ തന്നെ അവർ വന്നിരുന്ന ഈ സ്ഥലം, ഹളുറത്ത്, പരിശുദ്ധമായി തന്നെ ഈ നാട്ടുകാർ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് വളരെ തഅ്ലീമോടെ, ഇക്റാമോടെ, ആദരവോടെ ചെരുപ്പൊക്കെ ദൂരെ അഴിച്ചിട്ടിട്ടാണ് ഈ ഹദറത്തിലേക്ക് അവരടുക്കാറ്. ഹുജറ പള്ളിയായി ഇപ്പോൾ അറിയപ്പെടുന്ന ഈ ഇടം AP തങ്ങൾ, AP ആറ്റക്കോയ തങ്ങളെന്ന മഹാനാണ് ഈ രൂപത്തിൽ പുനർനിർമ്മിച്ചത്. ആ പള്ളിയുടെ പുനർനിർമ്മാണം മറ്റു പല ഘട്ടങ്ങളിലായി മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ നടന്നു വന്നു. പഴയകാലത്ത് പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞൊരു ദ്വീപായിരുന്നു കിൽത്താൻ ദ്വീപ്. മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിയുടെ പരമ്പരയിലെ എല്ലാ മക്കളും ഓതി തുടങ്ങുന്നത് ഇവിടെ നിന്നായിരുന്നു. ഇവിടെ ഓതിക്കഴിഞ്ഞാണ് പൊന്നാനിയിലേക്ക് പോവാറ്. അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. അറബിക്കടലിലെ ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു ഈ ഇടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാപണ്ഡിതന്മാരുടെ പദപങ്കജം കൊണ്ട് ധന്യമായ ഒരു ദ്വീപ് കൂടിയാണ് ഇത്. പാരമ്പര്യമായ എത്രയോ ആലിമീങ്ങളുടെ സാന്നിധ്യം, സുഹൃത സാന്നിധ്യം അനുഭവിച്ച ഒരിടം കൂടിയാണ് കിൽത്താൻ ദ്വീപ്. ഒരുപാട് ഗ്രന്ഥരചനകൾ, കിതാബുകൾ ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കിതാബുകൾ പകർത്തി എഴുതിയിട്ടുണ്ട്. മാലപ്പാട്ടും മൗലിദുകളും, അങ്ങനെ ഇസ്ലാമിൻ്റെ എല്ലാ തനതായ രൂപങ്ങളും കൃത്യമായി തുടർന്നു വന്നിരുന്ന ഒരിടം കൂടിയാണ് കിൽത്താൻ. കിൽത്താൻ്റെ ചെറിയ പൊന്നാനിയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം, അറിയാം.